ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴവും കാപ്പിപ്പൊടിയും മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്കോ അല്ലെങ്കിൽ 4 മണി പലഹാരം എന്നൊക്കെ പറയാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഈ ഒരു കുട്ടി സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള 3 റോബസ്റ്റ പഴം പോലത്തെ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പഴമാണ്, പാളയംകോടൻ പഴം, അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 പഴം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതെല്ലാം മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു തമ്പനയിൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ടും പടങ്ങളൊക്കെ പിക്ചർ എടുക്കാനൊക്കെ വേണ്ടിയിട്ടും മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മിക്സിയുടെ ജാർ എടുക്കുക, അതിനകത്തോട്ട് ഈ 3 പഴങ്ങളൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3 റോബസ്റ്റ പഴത്തിൽ എടുക്കുന്നത് 2 മുട്ടയാണ്. അപ്പം നിങ്ങൾക്ക് മുട്ടയുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടം കൂടുതലുള്ളവർക്ക് 3 മുട്ട വരെ ആകാം. ഞാനിപ്പോൾ ഇവിടെ 3 പഴത്തിന് 2 മുട്ട എന്നുള്ള ഒരു റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ നമുക്ക് വേണം. ഇനി അടുത്തതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഏത് കാപ്പിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കാപ്പിപ്പൊടി ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒത്തിരി ചേർത്തിട്ടില്ല, കാരണം ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ ചേർക്കാഞ്ഞത്. ഇനി നമുക്കത് ഇതേപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. ഇതിനകത്ത് ചെറിയ ചെറിയ പഴങ്ങളുടെ കഷ്ണമൊക്കെ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ചെറുതൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്കിതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇനി സൺഫ്ലവർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട്, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല്, തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം തൈരാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് മുട്ടയുടെ മണം ഒന്നും ഒത്തിരി ഇഷ്ടം കാണത്തില്ല, അങ്ങനെയുള്ളവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു ലിക്വിഡ് സംഭവങ്ങളൊക്കെ ശരിയാണ്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ തന്നെ നേരിട്ട് നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ ഒഴിക്കാതെ നമുക്കിതുപോലെ ഒരു അരിപ്പയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. ഇനി അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പം നമുക്ക് ചെറിയ ചെറിയ തരികളൊക്കെ കിട്ടും. അപ്പോൾ അത് അത് നമ്മുടെ ഒരു ബാറ്ററിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ എടുക്കുന്നത് അത് ആ ഒരു കൺസിസ്റ്റൻസി, പക്ഷേ ഇച്ചിരി കട്ടിയായിട്ടാണ് നമ്മളിന്ന് മാവ് എടുക്കുന്നത്, ഒത്തിരി ലൂസാക്കി എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പം ഇച്ചിരി ഭയങ്കര കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ അല്പം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ അല്ലെങ്കിൽ ഇനി ഒത്തിരി ലിക്വിഡ് പോലെ ആണെന്നുണ്ടെങ്കിൽ അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അതിപ്പം മേടിക്കാനൊക്കെ കിട്ടുന്ന ഒന്നാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫ്രഷ് ആയിട്ട് ചെരുകിയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഡെസിക്കേറ്റഡ് ഉള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി ഓവർ മിക്സ് ചെയ്യണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു മൈദപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ആകുന്ന തരത്തിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് 2 രീതിയിൽ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ കോരി ഒഴിക്കുന്ന ഒരു കയ്യിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പരുവം എന്ന് പറയുന്നത് ബാറ്ററിൻ്റെ. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അല്പം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളൊരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നല്ല കട്ടിയിലാണ് നമ്മൾ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ നമ്മൾ പരത്തുന്നത് പോലെ ഇത് പരത്തിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് 2 കയ്യിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അല്ലാതെ ലൈറ്റായിട്ട് പരത്തി
പരത്തേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂടിക ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്ന് കണ്ടോ ഈ ഒരു രീതിക്ക് ആയി തുടങ്ങും. അപ്പോൾ ഇത് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ടൊന്ന് മടക്കി നോക്കുമ്പോൾ അതിൻ്റെ ആ താഴെയുള്ള ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും, നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാൻ കേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട ആ ഒരു സൈഡും കൂടെ നന്നായിട്ടൊന്ന് വേവട്ടെ. ഇനി മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കത് തുറന്നിട്ട് തന്നെ മൂടി വെക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത് ലോ ഫ്ലെയിമിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ നല്ല ഭംഗിയിൽ വരും, അകം വെന്ത് വരത്തില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. അപ്പം ഞാനിനി ബാക്കിയുള്ള ഒരു പാൻ കേക്കും കൂടെ ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 പാൻ കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഒത്തിരി പരത്തെടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല കട്ടിയിലാണ് നമ്മുടെ പാൻ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ആവി കയറ്റിയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഇഡ്ഡലി തട്ടിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാമോ, ആവി കയറ്റിയെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ സാധാരണ കട്ടോരി എന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു പാത്രങ്ങളിലാണ് സാധാരണ ഞാൻ ഇതുപോലത്തെ ബാറ്ററൊക്കെ വെച്ച് ഇത് വേവിച്ച് ആവി കയറ്റി എടുക്കാറ്. അപ്പം ഇന്ന് ഞാൻ ഓർത്തു വന്നത് നിങ്ങൾക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി തട്ടിൽ ചെറുതായിട്ട് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം, നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ ഒരു ബാറ്റർ എല്ലാ കുഴികളിലും നമുക്ക് നിറച്ച് കൊടുക്കാം. പക്ഷെ നിറച്ച് കൊടുക്കാമെന്ന് പറയുമ്പം ഒത്തിരി നിറച്ച് കൊടുത്തേക്കരുത്, ഒരു 1/4 ഭാഗം നിറയുന്ന പോലെ നിറച്ചാൽ മതി. കാരണം ഇതിനകത്ത് നമ്മൾ ആ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരും. അപ്പം നമ്മളിത് ഒത്തിരി നിറച്ചിട്ട് കഴിഞ്ഞെന്നാൽ പാത്രം ആകെ ഒരു സുഖമില്ലാതെയാണ് വരിക, ഒരു ഷേപ്പ്ലെസ് ആയിട്ട് വരും ഒത്തിരി നിറച്ച് കഴിഞ്ഞെന്നാൽ. അപ്പം അതുകൊണ്ട് ഒരു 1/4 ഭാഗം നിറയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടിക്കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തട്ടിക്കൊടുക്കുന്നത് വഴി 2 കാര്യമാണ്. ഒന്ന്, ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും, അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത്. ഇനി അത് മാത്രമല്ല ഇതൊന്ന് ലെവലായി കിട്ടും ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി തട്ടിലുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കാം. അതിനുശേഷം ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവി കയറ്റിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷണലാണ്. പിന്നെ ഇത് ഇച്ചിരി ഞാൻ ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കാൻ ഇച്ചിരി ലേറ്റായി പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇതൊന്ന് തുറന്നിട്ട് നമ്മുടെ ഈ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിത് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കണ്ടോ ഒരു സ്ക്യൂവർ എടുത്ത് കുത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അതായിട്ടില്ല എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ ഒരു മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ 1 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു സൂപ്പറായിട്ടുള്ള ആവി കയറ്റിയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇഡ്ഡലിയുടെ ആ ഒരു തട്ടിൻ്റെ കുഴിയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്പോഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത് എന്നുള്ളത് കാണാം. കണ്ടോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പഴങ്ങളുടെ കാണാൻ പറ്റും. അത് നമ്മൾ മിക്സിയിൽ അടിച്ച സമയത്ത് ചിലത് ഇങ്ങനെ പ്രോപ്പറായിട്ട് അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമുക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും കേക്കിൻ്റെ അതേ രുചിയുള്ള ഒരു പലഹാരമാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.